കൈനറ്റിക് തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതേപോലെ തന്നെ ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്നും പറയുന്നത്. നമുക്ക് എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് നോക്കാം. ഒരു പാർട്ടിക്കിളിന്, ഒരാൾക്ക് എനർജി സ്വീകരിക്കാനുള്ള വഴികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. എത്ര വഴികളുണ്ട്? അപ്പോൾ 3 വഴികളിലൂടെ എനർജി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണെന്ന് പറയും. അപ്പോൾ നമ്പർ ഓഫ് വേസ് ത്രൂ വിച്ച് എ ഗ്യാസ് ക്യാൻ അബ്സോർബ് എനർജി, ഇതിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്യാസുകൾക്കും, ഓരോ തരം ഗ്യാസുകൾക്കും ഏതൊക്കെ വഴികളിലൂടെ എനർജി സ്വീകരിക്കാൻ പറ്റും എന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് മോണോ ആറ്റമിക് ഗ്യാസിനെ കുറിച്ചാണ്. മോണോ ആറ്റമിക് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമാണുള്ളത്. അപ്പോൾ ഒരാൾ മാത്രമാകുമ്പോൾ ഞാൻ അതിനെ ഒരു സ്ഫിയർ ആയിട്ടാണ് കാണുന്നത്. ഒരു സ്ഫിയർ, മോണോ ആറ്റമിക് ഗ്യാസ്. നമ്മൾ ഒരു സ്ഫിയർ ആയിട്ട് കാണുമ്പോൾ ഈ സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് എക്സിൽ മൂവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷണൽ മോഷനാണ്. ഇതിന് വേണമെങ്കിൽ വൈ എന്ന ഡയറക്ഷനിലും മൂവ് ചെയ്യാം, ഇസഡ് എന്ന ഡയറക്ഷനിലും മൂവ് ചെയ്യാം. അങ്ങനെ 3 ഡയമെൻഷനിൽ മൂവ് ചെയ്തിട്ട് ഇതിന് 3 വഴികളിലൂടെ എനർജി സ്വീകരിക്കുന്നത് ഏത് എനർജിയാണ്? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അത് ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരുന്നത്. അപ്പോൾ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിൽ എനർജി സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു ആറ്റം നോക്കുക നിങ്ങൾ. ഈ ആറ്റത്തിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ½I⍵² ആണ്. അപ്പോൾ ഈ ഒരു ആറ്റം ഈ ഒരു ആക്സിസിന് അബൌട്ട്, ഏത് ആക്സിസും ആവട്ടെ, ഈ ഒരു ആക്സിസിന് അബൌട്ട് കറങ്ങുന്ന നേരത്ത് ഇതിൻ്റെ കൈനറ്റിക് എനർജി റൊട്ടേഷണൽ എഴുതുന്ന സമയത്ത് നോക്കൂ, ½ I⍵² ആണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി വരിക. പക്ഷേ ആ ഐൻ്റെ അവിടെ ഞാനവിടെ സോളിഡ് സ്ഫിയർ എന്നൊന്നും എടുക്കണില്ല, ജസ്റ്റ് mr² എന്ന് എഴുതുകയാണ്. ഇതിൻ്റെ റേഡിയസ് നോക്കൂ. ഈ ആറ്റത്തിൻ്റെ റേഡിയസ് വളരെ ചെറുതായതുകൊണ്ട് ഇത് അപ്രോക്സിമേറ്റ് എന്താവും? 0 ആവും. അത് 0 ആണെങ്കിൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എത്രയാണ്? 0 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണ്. അതേപോലെ തന്നെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും എത്രയാണ്? 0 ആണ്. അപ്പോൾ നമുക്ക് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണ്. ട്രാൻസ്ലേഷനിലുണ്ട്, റൊട്ടേഷനിൽ, പിന്നെ വൈബ്രേഷനിൽ. റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇതൊക്കെ എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയുകയാണെങ്കിൽ 3 ആണ് വരിക. ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 3 ആണ്. അങ്ങനെ 3 ആണെങ്കിൽ നമുക്ക് പറയാം ഓരോ ഡയറക്ഷനിലും ½mv². ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv² ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് മോണോ ആറ്റമിക്കിൻ്റെത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നോക്കിയാൽ മോണോ ആറ്റമിക്കിൻ്റെത് നമ്മൾ ചുരുക്കി എഴുതുകയാണെങ്കിൽ മോണോ ആറ്റമിക്കിൽ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇത് മാത്രമേ ഉള്ളൂ. റൊട്ടേഷനിലില്ല, വൈബ്രേഷനിലും ഒന്നുമില്ല. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഡയാറ്റമിക് റിജിഡ് ആണ്. ഡയാറ്റമിക് തന്നെ നമ്മൾ രണ്ടായിട്ട് പറയും. ഒന്ന് റിജിഡ് ഉണ്ട്,
ഈ റിജിഡും നോൺ റിജിഡിനെയും വേർതിരിക്കുന്നത് അതിൻ്റെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. റിജിഡ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവില്ല? വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയാറ്റമിക് റിജിഡില് ആദ്യത്തെ കാര്യം ഇങ്ങനെ ഒരു ഡയാറ്റമിക് മോളിക്യൂൾ ആണെന്ന് കരുതുക. ഇതിന് എക്സിൽ പോവാം, അതേപോലെ വൈയിൽ പോവാം, അതേപോലെ ഇസഡിലും പോവാം. അപ്പോൾ എത്ര ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയി. പക്ഷെ ഈ സാധനത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം ഇതാണ്. നേരത്തെയും റൊട്ടേറ്റ് ചെയ്യാൻ നോക്കിയതാ, ഇതും ആറ്റമാണല്ലോ, പിന്നെ എന്തേ ഇതിന് മാത്രം റൊട്ടേഷൻ വരാൻ കാരണം? അപ്പോൾ ഇത് ഞാനൊന്ന് ഈ ആക്സിസിന് അബൌട്ട് കറങ്ങാണ് എന്ന് കരുതുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ ആ ഹാഫ് ഐ ഒമേഗ സ്ക്വയറിലെ ഐ ഉണ്ടല്ലോ, mr², ഇവിടെ വരുന്ന ആ റേഡിയസ് നേരത്തെ നമ്മൾ 0 എടുത്തപ്പോഴും ഇത് വരുന്നത് ബോണ്ട് ലെങ്ത് ആണ്, അല്ലാതെ ആ ആറ്റത്തിന്റെ എന്തല്ല, റേഡിയസ് അല്ല. ഈ ആറ്റത്തിന്റെ റേഡിയസും ബോണ്ട് ലെങ്ത്തും തമ്മിൽ 1000 ടൈംസിന്റെ ഡിഫറൻസ് വരും. അപ്പൊ ഇവിടെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിന് എന്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കുമ്പോൾ ഒന്ന് നോക്കൂ, ഈ ആക്സിസിന് അബൌട്ട് ഉണ്ടാവും, മറ്റൊന്ന് നമ്മുടെ ഇസഡ് ആക്സിസിന് അബൌട്ട് മറ്റൊരു റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. പക്ഷേ ഈ ആക്സിസിന് അബൌട്ട് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവില്ല. കാരണം ഇവിടെ വരുന്ന റേഡിയസ് ആറ്റത്തിൻ്റെതാണ്. ഇവിടെ ആരാ? ബോണ്ട് ലെങ്ത്. ഈ ആക്സിസിന് അബൌട്ട് ബോണ്ട് ലെങ്ത്തും ഇത് ആറ്റത്തിന്റെ റേഡിയസും ആയതുകൊണ്ട് അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവില്ല. അപ്പോൾ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇല്ല, 0 ആയി പോയി. അങ്ങനെയാണെങ്കിൽ ഇതുണ്ട്, ഇതുമുണ്ട്, 2 ആക്സിസിൽ പോസിബിൾ ആണ്. അപ്പോൾ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും അതേപോലെ തന്നെ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവുമാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയാ വരിക? 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും ടോട്ടൽ. 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അങ്ങനെയാണെങ്കിൽ മോണോ ആറ്റമിക് കഴിഞ്ഞ് നമ്മൾ ഡയാറ്റമിക് റിജിഡ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഡയാറ്റമിക് റിജിഡില് നമുക്ക് വന്നത് എത്രയ്ക്കായിരുന്നു? ആദ്യം 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതേപോലെ തന്നെ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ടോട്ടൽ വരുന്നത് എത്രയാ? 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരുന്നത്. ഇനി നമുക്കറിയാനുള്ളത് ആരെയാണ്? നമുക്കറിയാനുള്ളത് ഡയാറ്റമിക് നോൺ റിജിഡ് ആണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻ തരും, ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഒരു ഡയാറ്റമിക് റിജിഡിന് ഒരു വൈബ്രേഷൻ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. അങ്ങനെയാണെങ്കിൽ എത്രയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ 1 വൈബ്രേഷൻ കൂടെ നമ്മൾ കൂട്ടണം. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയണം. ചിലപ്പോൾ ഓരോ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, ഒരു അധികമായിട്ട് ഒരു ഇത് ഉണ്ട് എന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കണം. ഇനി അടുത്ത പോർഷൻ വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഡയാറ്റമിക് നോൺ റിജിഡ് ആണ്. ഡയാറ്റമിക് നോൺ റിജിഡ് നോക്കുമ്പോൾ നേരത്തെ അതേപോലെ പറഞ്ഞ പോലെ തന്നെ 3 ട്രാൻസ്ലേഷനിലും 2 റൊട്ടേഷനിലും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ അതിന് പുറമെ ഒരു വൈബ്രേഷണലും കൂടെ വരും. ഒരു വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക എന്ന് പറഞ്ഞാൽ, വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ ആണ്. ഓസിലേഷനിൽ നമ്മൾ എത്ര എനർജി പഠിച്ചു? 2 എണ്ണം. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് എത്ര, ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് തുല്യമാണ്? 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിജിഡ് നോൺ റിജിഡ് ഡയാറ്റമിക്കിന് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 1 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ 3 2 5, 5ഉം
ഈ ഒന്നിൽ 2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാ? 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരിക. അപ്പോൾ ഡയാറ്റമിക് റിജിഡിൽ ആ വൈബ്രേഷൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. വൈബ്രേഷൻ അകത്ത് 2 എണ്ണം വരും. ആ 2 എണ്ണം വരുന്നത് നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഇനി നമുക്കറിയാനുള്ളത് പോളി ആറ്റമിക് ഗ്യാസ് ആണ്. പോളി ആറ്റമിക് ഗ്യാസിൽ ഇപ്പൊ നമ്മൾ H2O അതൊരു ഗ്യാസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ ഒരു BF3 എടുക്കാം. അപ്പൊ നമ്മൾ BF3ന്റെ ഷേപ്പ് നമുക്കറിയാം, ട്രയഗണൽ പ്ലനാർ ആണല്ലോ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കൂ, ആദ്യം 3 ട്രാൻസ്ലേഷനിൽ വളരെ സിമ്പിളാണ്. 3 ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ എക്സിൽ പോവാം, വൈയിൽ പോവാം, ഇസഡിൽ പോവാം. അപ്പോൾ 3 ട്രാൻസ്ലേഷനിലൊക്കെ. പക്ഷേ റൊട്ടേഷനിൽ നോക്കൂ, ആദ്യം ഈ ആക്സിസിന് അബൌട്ട് പറ്റുമോ? പറ്റും. നേരത്തെ ഇത് പറ്റിയിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ല, പക്ഷെ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരും. ഇവിടെ കണ്ടോ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ റേഡിയസ് അല്ല, ഈ ആക്സിസിന്റെ ഈ ഡിസ്റ്റൻസ് ആ വരുന്നത്. അത് ആറ്റത്തിന്റെ റേഡിയസ് അല്ലാത്തത് കൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവും. അപ്പൊ ഈ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഇനി അടുത്തത് ഇതാ ഇങ്ങനെ ഈ ആക്സിസിന് അബൌട്ട് എടുക്കുമ്പോൾ ഇതാണ് മറ്റൊരു ഡിസ്റ്റൻസ് വരുന്നത്. ഇതേപോലെ തന്നെ വേറെയുള്ള ഡിസ്റ്റൻസുകൾ എടുക്കുമ്പോഴും അതുള്ളത് കൊണ്ട് ആ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. ഇസഡ് ഡയറക്ഷനിലെ ഈ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ടോട്ടല് 3 റൊട്ടേഷനിൽ ഉണ്ടാവും. മറ്റതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് 3 ട്രാൻസ്ലേഷനിലും 3 റൊട്ടേഷനിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഒക്കെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിന് പുറമെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പോൾ നമ്മൾക്ക് അത് പല കേസുകളിലും പലതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണക്കിലെടുക്കുകയാണ് F വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും ഇത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ F വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ഉണ്ടെന്ന് കരുതിയാൽ 3 3 6 പ്ലസ് F അല്ല പ്ലസ് 2F ആണ്. അപ്പോൾ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 6 പ്ലസ് എത്രയായിരിക്കും? 2F ആണ് വരിക. അപ്പോൾ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോളി ആറ്റമിക്കിൻ്റെതും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അറിയാനുള്ളത് നോക്കൂ, സോളിഡ്സിൻ്റെതാണ്. സോളിഡ്സ് എന്ന് പറയുമ്പോൾ ആ സോളിഡ്സിനകത്തെ പാർട്ടിക്കിൾസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷനിൽ ഉണ്ടാവില്ല, പിന്നെ റൊട്ടേറ്റ് ചെയ്യാനും കഴിയില്ല. അപ്പോൾ അതിൽ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ സോളിഡ്സിൽ വൈബ്രേഷൻ മാത്രം. ആ വൈബ്രേഷൻ ഏതൊക്കെ ഡയറക്ഷനിലാണ്? 3 ഡയറക്ഷൻ, എക്സ്, വൈ, ഇസഡിലും വൈബ്രേഷൻ ഉണ്ടാവാം. അപ്പോൾ സോളിഡ്സിനെ സംബന്ധിച്ചിടത്തോളം 3 ആരാണ്? വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാ? 3 എന്ന് പറഞ്ഞാൽ ഈ 2 എണ്ണം വെച്ചിട്ട് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരിക. ഇതാണ് സോളിഡ്സിൽ വരുന്നത്. പക്ഷേ സോളിഡ്സിൻ്റെ അതേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് ആരെന്നറിയോ? വാട്ടറിനെ. ഇപ്പോൾ വാട്ടറിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയുകയാണെങ്കിൽ H2O നമ്മൾ സോളിഡ് പോലെ ട്രീറ്റ് ചെയ്യും ആരെ? വാട്ടറിനെ. അങ്ങനെയാണെങ്കിൽ അതിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണല്ലോ വേണ്ടത്. പക്ഷെ ഈ H2O എന്ന് പറയുമ്പോൾ 3 ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ സോളിഡ് എടുക്കുമ്പോൾ അയൺ ആണെങ്കിൽ അയൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ 3 ആളുകളുണ്ടല്ലോ, ഹൈഡ്രജൻ 2 ഒരു ഓക്സിജനും. അപ്പൊ ഒരാളായിരുന്നെങ്കിൽ എത്രയാ? 3 വൈബ്രേഷൻ. അങ്ങനത്തെ 3 ആളുണ്ടാവുമ്പോൾ 3 × 3 9 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 9 ആണെങ്കിൽ അതിന് നമുക്ക് വരുന്നത് 18 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ആണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മനസ്സിലാക്കി.
മോണാറ്റമിക്കിൻ്റെ എത്രയാ? 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതേപോലെ ഡയാറ്റമിക് റിജിഡോ 3 ട്രാൻസ്ലേഷണൽ പ്ലസ് 2 റൊട്ടേഷണൽ, അപ്പോൾ ടോട്ടൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡയാറ്റമിക് നോൺ റിജിഡ് ആണെങ്കിൽ 3 + 3 ഉണ്ട്, പിന്നെ ഒരു വൈബ്രേഷനിലും, അപ്പോൾ ടോട്ടൽ എത്രയാവും? ഇവിടെ നമുക്ക് 3+ നോൺ റിജിഡ് ആണെങ്കിൽ 3 + 2 + 1 ആണ്, അപ്പോൾ ടോട്ടൽ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. പക്ഷേ പോളി ആറ്റമിക്കിൽ 3 റൊട്ടേഷനിലും കിട്ടും. അപ്പോൾ 3 + 3 + F വൈബ്രേഷനിൽ എത്രയാവാം? 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പോൾ നമ്മൾ അതിനൊരു ജനറൽ ഫോമിൽ F എടുത്ത് പറഞ്ഞാൽ 6 + 2F വരും. ഇനി സോളിഡ്സിലാണെങ്കിൽ 3 വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരിക. ഇനി വാട്ടറിനെ നമ്മൾ ഏത് മോഡലാണ് ട്രീറ്റ് ചെയ്തത് സോളിഡ്സ് പോലെയാണ്. അപ്പോൾ 3 വൈബ്രേഷൻ വരണം. പക്ഷേ അതിനകത്ത് 3 ആളുകൾ ഉള്ളത് കൊണ്ട് 3 × 3 വരുമ്പോൾ 9 ആവും. 9 വൈബ്രേഷൻ ആയതുകൊണ്ട് × 2 കൊടുത്താൽ 18 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടോ ആ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലൂടെയും ഒരാൾക്ക് കിട്ടുന്ന എനർജി ½ kBT ആയിരിക്കും. ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലൂടെയും കിട്ടുന്ന എനർജി എത്രയായിരിക്കും? ½ kBT. അപ്പോൾ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിലോ 2/2 kBT, 3 ആണെങ്കിലോ 3/2 kBT, 6 ആണെങ്കിലോ 6/2 kBT. ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലൂടെയും കിട്ടുന്ന എനർജി ½ kBT ആയിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. അല്ലെങ്കിൽ total energy of a gas is equally distributed among various degrees of freedom which is equal to ½ kBT. അപ്പോൾ ഓരോന്നും കൂടെ കിട്ടുന്നത് ½ kBT. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഇവിടുത്തെ ടോട്ടൽ എനർജി എത്രയാ? ഇവിടെ 3 അല്ലേ? 3/2 kBT. ഇവിടുത്തതോ 5/2 kBT. ഇവിടെയോ 7/2 kBT. ഇവിടെയോ 6 + 2F × 1/2 kBT. ഇവിടെയോ 6/2 kBT. ഇവിടെയോ 18/2 kBT. ഓരോന്നും കൂടെ കിട്ടുന്നത് എത്രയായിരിക്കും? ½ kBT ആയിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്.